പ്രിയമുള്ളവരെ, ഞാൻ PB ജിജീഷ്. ജസ്റ്റ് പ്ലാനറിലേക്ക് സ്വാഗതം. ഒരു ദിവസം നേരം പുലരുമ്പോൾ നിങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കെതിരെ ഒരു കുറ്റവും ചാർത്തപ്പെട്ടിട്ടില്ല, ഒരു വിശദീകരണവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇങ്ങനെ ഗവൺമെൻറ് തന്നെ കുറ്റക്കാരനാകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ആരുടെ സഹായമാണ് തേടുക? ഭരണഘടനയിൽ അതിനൊരു വകുപ്പുണ്ട്. റിട്ട് എന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷയല്ല, ഇറ്റ്സ് എ കമാൻഡ്. ഭരണഘടനാ കോടതികൾ, അതായത് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഭരണകൂടങ്ങളോട് ഒരു കാര്യം ചെയ്യുന്നതിനോ ചെയ്യാതിരിക്കാനോ ഉത്തരവിടുന്നതിനെയാണ് നമ്മൾ റിട്ട് എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അധികാരികളെ നിയന്ത്രിക്കുവാൻ പൗരന്മാർ കോടതിയോട് ആവശ്യപ്പെടുന്ന പ്രക്രിയയാണ് റിട്ട്. റിട്ട് എന്ന ആശയത്തിന് ആധുനിക ജനാധിപത്യത്തെക്കാൾ പഴക്കമുണ്ട്. 1215 ജോൺ രാജാവിനെ കൊണ്ട് അന്നത്തെ ഇംഗ്ലീഷ് പ്രഭുക്കന്മാർ വളരെ ലളിതമായ ഒരു കാര്യം അംഗീകരിപ്പിച്ചു. അതായത് രാജാവ് പോലും നിയമത്തിന് മുകളിലല്ല എന്നത്. രാജാവിനെ നിയന്ത്രിക്കാൻ, സിംഹാസനത്തെ നിയന്ത്രിക്കാൻ കോടതികൾ ആവശ്യമാണെന്നത്. അതിനെയാണ് റിട്ട് എന്ന് വിളിച്ചത്. ബ്രിട്ടീഷ് കോമൺ ലോയിൽ നിന്ന് നമ്മളും ആ ആശയം സ്വീകരിക്കുകയും ഭരണഘടനയിൽ ഉൾച്ചേർക്കുകയുമായിരുന്നു. റിട്ട് പലതരമുണ്ട്. ആദ്യത്തെ റിട്ട് ഹേബിയസ് കോർപ്പസ് എന്നാണ്. പ്രൊഡ്യൂസ് ദ ബോഡി, ആളെ ഹാജരാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വ്യക്തി സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിട്ട് നിലവിലുള്ളത്. നിയമവിരുദ്ധമായി ആരെങ്കിലും ഭരണകൂടം തടവിൽ പാർപ്പിക്കുകയാണെങ്കിൽ കോടതി അവരെ ഉടനെ ഇവിടെ കൊണ്ടുവരാൻ ആവശ്യപ്പെടും. രണ്ടാമത്തേത് മാൻഡമസ് ആണ്. വി കമാൻഡ് എന്നാണ് അതിനർത്ഥം. ഏതെങ്കിലും ഒരു പബ്ലിക് അതോറിറ്റി നിയമപരമായി അവർ ചെയ്യേണ്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അത് ചെയ്യുവാൻ കോടതിക്ക് ഇതുവഴി ആവശ്യപ്പെടാൻ കഴിയും. അടുത്തത് സോഷ്യററി എന്നറിയപ്പെടുന്ന റിട്ടാണ്. അതൊരു കറക്റ്റീവ് പവറാണ്. കീഴ്ക്കോടതികൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ, നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്താൽ അത് റദ്ദ് ചെയ്യാൻ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അനുവദിക്കുന്ന റിട്ടാണ് സോഷ്യററി. മറ്റൊന്ന് പ്രൊഹിബിഷനാണ്. പേര് വ്യക്തമാക്കുന്നത് പോലെ തന്നെ കീഴ്ക്കോടതികൾ ഏതെങ്കിലും തരത്തിലുള്ള അധികാര പരിധി ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് പാടില്ല എന്ന് പറയാനുള്ള കോടതിയുടെ അവകാശമാണ് പ്രൊഹിബിഷൻ. മറ്റൊന്ന് കോ വാറണ്ടോയാണ്. ഈ അധികാരസ്ഥാനത്തിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത എന്നാണ് ചോദിക്കുന്നത്. നിയമവിരുദ്ധമായ അധിനിവേശത്തിൽ നിന്ന് പബ്ലിക് ഓഫീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിട്ട് നിലനിൽക്കുന്നത്. റിട്ടുകളെന്നാൽ നിയമപുസ്തകത്തിലെ വെറും വാക്കുകളല്ല. അനധികൃതമായി തടവിൽ പാർപ്പിച്ച മനുഷ്യരെ സ്വതന്ത്രരാക്കാൻ, നിയമപരമായി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഗവൺമെൻറ് ചെയ്യാതിരുന്നാൽ അത് ചെയ്യണമെന്ന് പറയാൻ, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ റദ്ദു ചെയ്യുവാൻ, അധികാര ദുർവിനിയോഗം തടയുവാൻ ഒക്കെ കോടതികൾക്ക് അധികാരം നൽകുന്നത് റിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഇതൊരു മൗലിക അവകാശമായി കണക്കാക്കുന്നത്. നടപ്പിലാക്കാൻ മാർഗങ്ങളില്ലാത്ത അവകാശങ്ങൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ്. ഡോക്ടർ അംബേദ്കർ അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ പ്രവർത്തികൾ, ഭരണകൂടത്തിൻ്റെ പ്രവർത്തികൾ ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ്റെ മൗലികാവകാശത്തെ ലംഘിക്കുന്നവയാണെങ്കിൽ നമുക്ക് ഭരണഘടനയുടെ അനുച്ഛേദം 32 വഴി സുപ്രീം കോടതിയെ സമീപിക്കുവാനും പരിഹാരം തേടുവാനും കഴിയും. അത്തരത്തിലുള്ള പരിഹാരം തേടാനുള്ള അവസരങ്ങളില്ലാതെ അവകാശങ്ങൾ എന്ന് പറയുന്നത് പാഴ്വാക്കുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ അനുച്ഛേദം 32-നെ ഭരണഘടനയുടെ ഹൃദയം എന്ന് പറഞ്ഞത്. ഹൈക്കോടതികൾക്ക് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയേക്കാൾ വിപുലമായ അധികാരങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിൽ ഭരണഘടനാപരമായ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാലാണ് നമുക്ക് സമീപിക്കാൻ കഴിയുക എങ്കിൽ ഹൈക്കോടതികളിൽ നിയമപരമായ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയും ഹൈക്കോടതിയെ സമീപിക്കാൻ നമുക്ക് കഴിയും. ഭരണഘടനയുടെ അനുച്ഛേദം 226 വഴിയാണ് ഇത് സാധ്യമാവുക. നിയമപരമായ അവകാശങ്ങളെന്നാൽ ഉദാഹരണത്തിന് സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങൾ സാധിക്കാതിരുന്നാൽ നമുക്ക് നേരിട്ട് ഹൈക്കോടതിയാണ് സഹായിക്കാൻ കഴിയുക. അതൊരു മൗലിക അവകാശമായതുകൊണ്ടല്ല, നിയമപരമായ അവകാശങ്ങളായതുകൊണ്ടാണ്. നിയമപരമായ അവകാശങ്ങൾ കൂടി പരിഗണിക്കാൻ ഹൈക്കോടതിക്ക് കഴിയും എന്നാണ്. അങ്ങനെ ഭരണകൂടത്തിൻ്റെ അനിയന്ത്രിതമായ അധികാരത്തിനെതിരെ സാധാരണ മനുഷ്യർക്കുള്ള പരിചയമായി റിട്ട് മാറുന്നു. എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും അവകാശങ്ങളെ സംരക്ഷിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ആ സംരക്ഷണം എത്രമാത്രം സാധ്യമാകും എന്നത് ഈ അധികാര പരിധി ഇവർ ലംഘിച്ചാൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുമ്പോഴാണ്. ആ ഉത്തരമാണ് ഒരു ഭരണഘടനാ സംവിധാനത്തിന് കീഴിൽ